ടോപ്പ് ട്യൂഷൻ അവതരിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിൽ വരുന്ന സിമിലർ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ റിവിഷൻ ക്വസ്റ്റ്യൻസുകളാണ്. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: One side of a triangle is 8 centimeters and the two angles on it are 60 degree and 70 degree. Draw the triangle with the length of side 1.5 times that of this triangle and with the same angles. ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, 60 ഡിഗ്രിയും 70 ഡിഗ്രിയും. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒരു ട്രയാങ്കിൾ 1.5 ടൈംസ് അതിൻ്റെ സൈഡിന് കൂടുതലുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിൾ വന്നിട്ട് സെയിം ഡിഗ്രി തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആൻസർ: ആദ്യം നമുക്ക് ട്രയാങ്കിളിലുള്ള തേർഡ് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തേർഡ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിളിൻ്റെ ഡിഗ്രി പറയുന്നത് 180 ആണ്. അതിൽ നിന്ന് നമുക്ക് ഈ 60 ഡിഗ്രിയും 70 ഡിഗ്രിയും കൂടെ മൈനസ് ചെയ്തതിൽ തേർഡ് ആംഗിളിൻ്റെ ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. തേർഡ് ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി, ദാറ്റ്സ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി, ദാറ്റ്സ് ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ തേർഡ് ആംഗിൾ പറയുന്നത് നമുക്ക് 50 ഡിഗ്രി കിട്ടി. പിന്നെ വന്നിട്ട് ഒരു ട്രയാങ്കിൾ സെയിം ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസിൽ അതിൻ്റെ സൈഡ്സ് ഒക്കെ പ്രപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ് ദ സൈഡ്സ് ആർ പ്രപ്പോർഷണൽ. If one side of the given triangle is 8 cm, the new triangle will have sides 1/2 times longer. അതായത് ഒരു സൈഡ് പറയുന്നത് നമുക്ക് 8 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ 1.5 ടൈംസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 8 × 1.5 ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 8 × 1.5 പറയുന്നത് നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അതിന് നമ്മളൊന്ന് ഫ്രാക്ഷൻ രൂപത്തിലാക്കാം. അതായത് 1 × 2, ദാറ്റ് ഈസ് 1 × 2 പറയുന്നത് 2 + 1 3. അപ്പോൾ 3/2 ആയിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 8 × 3/2 പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അതായത് 8 × 3 പറയുന്നത് 24 ആണ്. 24/2 വന്നിട്ട് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് 50 ഡിഗ്രി ഉള്ള ആ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി നമുക്ക് ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അതിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വന്നിട്ട് ഡ്രോ എ ലൈൻ BC ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ ലോങ്. നമ്മൾ BC പറഞ്ഞൊരു ലൈന് വരയ്ക്കാം. അതിൻ്റെ ലെങ്ത് 12 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. കൺസ്ട്രക്ട് ആംഗിൾ 60 ഡിഗ്രി അറ്റ് B ആൻഡ് 70 ഡിഗ്രി അറ്റ് C. അതായത് 60 ഡിഗ്രി ആംഗിളിൽ ബിന്നും വരയ്ക്കാം, അതുപോലെ 70 ഡിഗ്രി ആംഗിളിന് സിയും വരയ്ക്കാം. ഡ്രോ BA ആൻഡ് CA where angle B equal to 60 degree and angle C is equal to 70 degree. അപ്പോൾ BA വന്നിട്ട് ഒരു BA വരയ്ക്കുക, അതിൽ ആംഗിൾ 60 ഡിഗ്രി ആവണം. അതുപോലെ CA വരയ്ക്കാം, അതിലും സിൻ്റെ ആംഗിൾ പറയുന്നത് 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി വരച്ച് ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ രൂപത്തിൽ വരയ്ക്കാം. അപ്പോൾ നമുക്ക് തേർഡ് ആംഗിൾ 50 ഡിഗ്രി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് വരച്ച് അതുപോലെ വരച്ച് നോക്കാം. ക്വസ്റ്റ്യൻ: In a right triangle, the perpendicular from the square corner to the hypotenuse divides it into pieces 2 cm and 3 cm long. Prove that the two small right triangles formed by this perpendicular have the same angles. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ട്രയാങ്കിൾ പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈന് ഹൈപ്പോട്ടന്യൂസിനോട്ട് ക്രോസ് ചെയ്യുന്നത്, അതായത് ആ ഒരു ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരു സൈഡ് പറയുന്നത് 2 സെൻറ്റിമീറ്ററും അതുപോലെ മറ്റേ സൈഡ് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. അത് ഹൈപ്പോട്ടന്യൂസിൻ്റെ ആ ലെങ്ത്ത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം 2 സെൻറ്റിമീറ്ററും അതുപോലെ ഒരു സൈഡ് 3 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും സെയിം ആംഗിൾസ്, രണ്ട് ട്രയാങ്കിൾസിനും സെയിം ആംഗിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും റൈറ്റ് ട്രയാങ്കിൾസ് ആവും. ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസും സെയിം ആംഗിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ആൻസർ: ഇൻ ട്രയാങ്കിൾ ABD അസ്യൂം ആംഗിൾ A equal to 90 degree.
അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൽ നെയിം കൊടുക്കുന്നുണ്ട് എ ബി സി ഡി പറഞ്ഞിട്ട്. അതിൽ എ ബി ഡിയിൽ ആംഗിൾ എ പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് അസ്യൂം ചെയ്യാം. If angle BAC equal to x degree, then angle CAD equal to 90 degree minus x degree. അപ്പോൾ ആംഗിൾ ബി എ സി, അതായത് ആംഗിൾ ബി എ സി പറയുന്നത് എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ആംഗിൾ സി എ ഡി പറയുന്നത് 90 മൈനസ് എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ മൊത്തം 90 ഡിഗ്രി ആയിട്ടാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗം എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം പറയുന്നത് 90 മൈനസ് എക്സ് ആയിട്ടാണ് വരിക. ഇൻ ട്രയാങ്കിൾ ബി എ സി ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി. സോ ആംഗിൾ എ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി. അത് ട്രയാങ്കിൾ ബി എ സിയിൽ ആംഗിൾ എ സി ബി പറയുന്നത് 90 ഡിഗ്രിയാണ്. അത് ആംഗിൾ എ സി ബി പറയുന്നത് 90 ഡിഗ്രി. അതൊക്കെ റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ ബി സി പറയുന്നത് ആംഗിൾ എ ബി സി പറയുന്നത് എന്തായിരിക്കും? 90 മൈനസ് എക്സ് ഡിഗ്രി ആയിട്ട് ആണ് വരുന്നത്. ഇൻ ട്രയാങ്കിൾ എ സി ഡി ആംഗിൾ എ സി ഡി ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ സി എ ഡി ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി. അപ്പോൾ നമുക്കിവിടെ 3 ആംഗിളും കിട്ടിയിട്ടുണ്ട്. അതായത് എ സി ഡി പറഞ്ഞ ആ ഒരു ട്രയാങ്കിളിൽ ആംഗിൾ എ സി ഡി പറയുന്നത് 90 ഡിഗ്രിയാണ്. കാരണം അത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുപോലെ ആംഗിൾ സി എ ഡി പറയുന്നത് 90 മൈനസ് എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ എ ഡി സി പറയുന്നത് നമ്മൾ എക്സ് ഡിഗ്രി ആയിട്ട് കണക്കാക്കാം. ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ എ ബി സിയിലുള്ള ആംഗിൾസ് പറയുന്നത് ഒന്ന് എക്സ് ഡിഗ്രിയാണ്, പിന്നെ ഒന്ന് 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രിയും, പിന്നെ ഒന്ന് 90 ഡിഗ്രിയുമാണ്. അതുപോലെ തന്നെ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ സി ഡി ആർ 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി. അതുപോലെ തന്നെ ട്രയാങ്കിൾ എ സി ഡിയിൽ സി പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ എ പറയുന്നത് 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി എടുത്തു. അതുപോലെ ഡി പറയുന്നത് എക്സ് ഡിഗ്രി ആയി. സോ ദ ടു സ്മോൾ ട്രയാങ്കിൾസ് ഫോംഡ് ബൈ പെർപെൻഡിക്കുലർ ഹാവ് ദ സ്മോൾ ആംഗിൾസ്. അതുകൊണ്ട് ഈ പെർപെൻഡിക്കുലർ മൂലം ഉണ്ടായിരിക്കുക 2 ട്രയാങ്കിൾസും, അതായത് 2 റൈറ്റ് ട്രയാങ്കിൾസിനും സെയിം ആംഗിൾസ് ആണ് വരുന്നത്. Question: In a right triangle, the perpendicular from the square corner to the hypotenuse divides it into pieces 2 cm and 3 cm long. Taking the height of the perpendicular as h, prove that h by 2 equal to 3 by h. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് സെയിം ട്രയാങ്കിൾ തന്നെയാണ്. അത് ഒരു ഹൈപ്പോട്ടന്യൂസിനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഒരു സൈഡ് 2 സെൻറ്റിമീറ്ററും മറ്റൊരു സൈഡ് 3 സെൻറ്റിമീറ്ററായിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പെർപെൻഡിക്കുലറിന് നമ്മൾ പെർപെൻഡിക്കുലറിൻ്റെ ഹൈറ്റ് എച്ച് ആയിട്ട് കണക്കാക്കി ആണെങ്കിൽ h by 2 ഈക്വൽ ടു 3 by h ആണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ആൻസർ: അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ ഈക്വൽ ആംഗിൾസ് ആണെങ്കിൽ, അപ്പോൾ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾസ് എക്സ് ഡിഗ്രിയും അതുപോലെ 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി എടുക്കുകയാണെങ്കിൽ എക്സ് ഡിഗ്രിൻ്റെ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നത് എന്താണ്? ബി സി ആണ്. അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ബി സി ബൈ ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നത് എ സി ആണ്. അപ്പോൾ ബി സി ബൈ എ സി ഈക്വൽ ടു എന്തായിരിക്കും? നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും അതുപോലെ ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും സെയിം ആണ്. അപ്പോൾ അതേ കണ്ടീഷൻ ഇതിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ എക്സ് ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പറയുന്നത് എ സി, അതാണ് ഇവിടെ കൊടുക്കുന്നത് എ സി ബൈ
90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് സി ഡി. അപ്പോൾ ഈ സൈഡും ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ബി സി പറയുന്നത് 2 സെൻറ്റിമീറ്ററും അതുപോലെ സി ഡി പറയുന്നത് 3 സെൻറ്റിമീറ്ററും അതുപോലെ എ സി പറയുന്നത് എച്ചും തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗിവൺ ബി സി ഈക്വൽ ടു 2, സി ഡി ഈക്വൽ ടു 3 ആൻഡ് എ സി ഈക്വൽ ടു എച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി സി പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ബി സി പറയുന്നത് 2 ആണ്, എ സി പറയുന്നത് എച്ച് ആണ്. അപ്പോൾ 2/h ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എ സി എന്താണ്, എച്ച് ആണ്, സി ഡി എന്താണ്, 3 ആണ്. അപ്പോൾ 2/h ഈക്വൽ ടു h/3 എന്ന് കിട്ടും. അതായത് ഇത് നമ്മൾ അങ്ങോട്ട് ക്രോസ് രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ h/2 ഈക്വൽ ടു 3/h. ഇതേ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെയും എഴുതാവുന്നതാണ്. ഈ h/2നെ മറ്റേ ഈക്വൽ ടുൻ്റെ ഈ സൈഡും ഈ h/3നെ ഈ ഈക്വൽ ടുൻ്റെ ഈ സൈഡും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തിരിക്കുന്നു. Question. In a right triangle, the perpendicular from the square corner to the hypotenuse divides it into pieces 2 cm and 3 cm long. Calculate the length of the perpendicular side of the original large triangle. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ ഇവിടെ വരുന്നതും സെയിം ട്രയാങ്കിൾസ് തന്നെയാണ്. പക്ഷെ ഇതിൽ കണ്ടുപിടിക്കേണ്ടത് പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ലെങ്ത് ആണ്. അത് ഒറിജിനൽ ലാർജ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ലാർജ് ട്രയാങ്കിൾ പറയുന്നത്. അത് ഇവിടെ നോക്കുകയാണെങ്കിൽ എ ബി ഡി പറഞ്ഞ ട്രയാങ്കിളാണ് നമ്മുടെ ഒറിജിനൽ ലാർജ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കുന്നത് എ ബിയും അതുപോലെ എ ഡിയുടെ ലെങ്ത് ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് ബി സി 2 സെൻറ്റിമീറ്റർ ആണ്, അതുപോലെ സി ഡി 3 സെൻറ്റിമീറ്റർ ആണ്, എ സി പറയുന്നത് എച്ച് ആണ്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എ ബിയും എ ഡിയും ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം h/2 പറയുന്നത് 3/h ആണ്. അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ h², ഈ ഒരു ഇക്വേഷൻ നമ്മളൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ h² ഈക്വൽ ടു 6 കിട്ടും. അതായത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ h²ഉം അതുപോലെ ഇത് 2 അതർ സൈഡ് ഈക്വൽ ടു സൈനിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 3 × 2 ആവും. അപ്പോൾ അത് 6. അപ്പോൾ h² ഈക്വൽ ടു 6. അപ്പോൾ ഇത് നമ്മൾ ഈ ട്രയാങ്കിൾ എ ബി സി എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എ ബി എങ്ങനെ കണ്ടുപിടിക്കാം. എ ബി സ്ക്വയർ പറയുന്നത് നമ്മുടെ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. അപ്പോൾ എ സി പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം എച്ച് ആണ്. അപ്പോൾ എ സി സ്ക്വയർ പറയുമ്പോൾ h² ആണ് പ്ലസ് ബി സിൻ്റെ വാല്യൂ എന്താണ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബി സി സ്ക്വയർ പറയുമ്പോൾ 2². അതിന് ഇക്വേഷൻ 1 ആയിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഒന്നും കൂടി ഫർദർ അതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ h² നമ്മളോട് 6 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 6 ഇതിനകത്ത് ഇട്ടു. അതായത് ഇക്വേഷൻ 1 പറയുന്നത് ഇതാണ്. ഇതിൽ നിന്ന് നമ്മളത് h²നെ 6 ആക്കി എടുത്തു പ്ലസ് 2² പറയുന്നത് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 + 4 ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് എ ബി ആണ് കിട്ടിയത്. എ ബി പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് നമ്മൾ എ സി ഡി പറഞ്ഞ ട്രയാങ്കിൾ എടുക്കാം. അതിൽ എ ഡി സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം. എ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണ്. അപ്പോൾ എ സി പറയുന്നത് നമുക്ക് ഇവിടെ എച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് h² പ്ലസ് സി ഡി പറയുന്നത് 3 ഉണ്ട്, 3². ഇനി നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് h² പറയുന്നത് 6 ആക്കി എടുക്കാം. 6 നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ 3² പറയുന്നത് 9 ആണ്. അപ്പോൾ 6 + 9 പറയുന്നത് 15 ആണ്. അപ്പോൾ എ ഡി 15 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡും കണ്ടുപിടിക്കാം. എ ബി പറയുന്നത് 10 സെൻറ്റിമീറ്ററും എ ഡി പറയുന്നത് 15 സെൻറ്റിമീറ്ററും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. ക്വസ്റ്റ്യൻ. In a right triangle, the perpendicular from the square corner to the hypotenuse divides it into pieces 2 cm and 3 cm long. Prove that if the length of the perpendicular from the square corner of a right triangle to the hypotenuse is h, and it divides the hypotenuse into pieces of length a and b, then h² equal to ab. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നേരത്തെ ക്വസ്റ്റ്യൻസുകളുടെ 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ആ സെയിം ട്രയാങ്കിൾസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെങ്ത് നമ്മുടെ എയിൽ നിന്നും സിയിലുള്ള ലെങ്ത് h ആയിട്ട് എടുക്കുകയാണെങ്കിൽ
ഈ ഇത് വന്നിട്ട് നമ്മുടെ 2 സെക്ഷനായിട്ട് നമ്മുടെ ഹൈപ്പോട്ടന്യൂസിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എച്ച് സ്ക്വയർ ഈക്വൽ ടു എ ബി എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എച്ച് സ്ക്വയർ പറയുന്നത് നമ്മുടെ ഈ ഒരു പെർപെൻഡിക്കുലർ ഹൈപ്പോട്ടന്യൂസിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഹൈറ്റും അതുപോലെ അത് ഡിവൈഡ് ചെയ്യുന്നത് ഹൈപ്പോട്ടന്യൂസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒരു എയും ബിയും ആയിട്ട്. അങ്ങനെയാണെങ്കിൽ എച്ച് സ്ക്വയർ ഈക്വൽ ടു എ ബി ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ആൻസർ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഹൈപ്പോട്ടന്യൂസിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ലൈൻ പറയുന്നത് എ സി ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇവിടെ എ സി എച്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഈ എ സി ആണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസിനെ ഡിവൈഡ് ചെയ്യുന്നത് എയും ബിയും ആയിട്ട്. അത് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബി സി ആണ് എ ആയിട്ട് വരുന്നത്, അതുപോലെ സി ഡി ആണ് ബി ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം എ ബി സി പറഞ്ഞ ട്രയാങ്കിളും എ സി ഡി പറഞ്ഞ ട്രയാങ്കിളിനും സെയിം ആംഗിൾസ് ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ സെയിം ആംഗിൾ ഉള്ളത് കൊണ്ട് അവരുടെ സൈഡ്സും പ്രപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി സി ബൈ എ സി ഈക്വൽ ടു എ സി ബൈ സി സി ഡി. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. അതിൽ എ സി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി ഇൻറ്റു സി ഡി. ഇപ്പോൾ ബി സി എ സി സ്ക്വയർ പറയുന്നത് എന്താണ്? എച്ച് സ്ക്വയർ ആണ്. എ സി സ്ക്വയർ പറയുന്നത് ഇവിടെ എച്ച് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എച്ച് സ്ക്വയർ ആണ് ഈക്വൽ ടു ബി സി വരുന്നത് നമ്മൾ എ ആയിട്ട് എടുത്തു, സി ഡി പറയുന്നത് നമ്മൾ ബി ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു? എച്ച് സ്ക്വയർ ഈക്വൽ ടു എ ബി എന്ന് പ്രൂവ് ചെയ്തു. Question. At the two ends of a horizontal line, angles of the same size are drawn and 2 points on the slanted lines are joined. Prove that the horizontal line and the slanted line cut each other into parts in the same ratio. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈന് എ സി വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും സെയിം ആംഗിൾസ് വരയ്ക്കാം. അപ്പോൾ ഇതിൽ എ ഒ എ ബി പറഞ്ഞ ആംഗിളും അതുപോലെ ഒ സി ഡി പറഞ്ഞ ഒരു ആംഗിളാണ് വരയ്ക്കുന്നത്. അത് സെയിം ആംഗിളായിട്ട് എടുക്കാം. എന്നിട്ട് ബി ഡി പറഞ്ഞ ബിയും ഡി പറഞ്ഞ പോയിന്റിനെ ജോയിൻ ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എ സി പറയുന്ന ലൈനും അതുപോലെ തന്നെ ബി ഡി പറയുന്ന സ്ലാൻഡഡ് ലൈനും സെയിം റേഷ്യോയിലാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ആൻസർ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 2 ട്രയാങ്കിളാണ്. തന്നിരിക്കുന്നില്ല, നമ്മളിപ്പോൾ വരച്ച് കിട്ടുമ്പോൾ ഇങ്ങനെ 2 ട്രയാങ്കിൾ കിട്ടും. അതിലൊന്ന് എ ഒ ബി യു ആണ്, അതുപോലെ സി ഒ ഡി യു ആണ്. അതുപോലെ തന്നെ ആംഗിൾ ഒ എ ബിയും ആംഗിൾ ഒ സി ഡിയും ഈക്വൽ ആണെന്ന് നമ്മൾ ഈക്വൽ ലെങ്ത് ഡിഗ്രി എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്കറിയാം എ ഒ ബിയും അതുപോലെ സി ഒ ഡിയും ഈക്വൽ ആകും. കാരണം എന്താ, അത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആയിരിക്കും. പിന്നെ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ രണ്ട് ട്രയാങ്കിൾസിലെ 2 ആംഗിൾസും സെയിം ആണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ആംഗിളും സെയിം തന്നെയായിരിക്കും. അതായത് ആംഗിൾ എ ബി ഒയും ആംഗിൾ സി ഡി ഒയും സെയിം ആയിരിക്കും. കാരണം ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും സെയിം ആണ്. അപ്പോൾ ഈ ഒരു ആംഗിളും ഇതിൻ്റെ ഈ ഒരു ആംഗിളും അതുപോലെ ഈ ഒരു ആംഗിളും മറ്റ് ട്രയാങ്കിളുടെ ഈ ഒരു ആംഗിളും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആംഗിളും സെയിം ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രയാങ്കിൾ എ ഒ ബിയിലും ട്രയാങ്കിൾ സി ഒ ഡിയും ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ സൈഡ്സും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സൈഡ്സും സെയിം റേഷ്യോയിൽ തന്നെ ആയിരിക്കും. അതായത് എ ബിയും അതുപോലെ സി ഡിയും സെയിം റേഷ്യോയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഒ എ ഡിവൈഡഡ് ബൈ അതിൻ്റെ വേറെ ട്രയാങ്കിളുടെ അതേ സൈഡ് ഏതാണ്? ഒ സി. ഒ എ ഡിവൈഡ് ബൈ ഒ സി ഈക്വൽ ടു ഒ ബി ബൈ ഒ ഡി. നമുക്ക് ഈ 2 ലൈനും സെയിം റേഷ്യോയിലാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒ എ ബൈ ഒ സി ഈക്വൽ ടു ഒ ബി ബൈ ഒ ഡി എന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷനായിട്ട് എഴുതാം. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒ എ ഈസ് ടു ഒ സി ഈക്വൽ ടു ഒ ബി ഈസ് ടു ഒ ഡി എന്ന് എഴുതാം.
അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം ഹൊറിസോണ്ടൽ ലൈനും അതുപോലെ സ്ലാൻഡഡ് ലൈനും സെയിം റേഷ്യോയിലാണെന്ന്. Question. At the two ends of a horizontal line, angles of the same size are drawn and 2 points on these slanted lines are joined. Prove that the slanted lines at the end of the horizontal lines are also in the same ratio. Explain how this idea can be used to divide 6 cm long line in the ratio 3:4. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആ സെയിം ഫിഗർ തന്നെ വരുന്നത്. അപ്പോൾ അതെങ്ങനെ ജോയിൻ ചെയ്ത് നമുക്കറിയാം. അപ്പോൾ ഇതിൽ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻസിൽ നിന്ന് വരുന്ന സ്ലാൻഡിങ് ലൈൻസ്, അതായത് എയും ബിയും രണ്ടും സെയിം റേഷ്യോയിലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു 6 സെൻറ്റിമീറ്റർ ലോങ് ഉള്ള ലൈനാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ 3:4 റേഷ്യോയിൽ കണക്കാക്കാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ആൻസർ, അപ്പോൾ നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ OA/OC ഈക്വൽ ടു AB/CD എടുത്തിട്ടുണ്ട്. അത് OA/OC ഈക്വൽ ടു AB/CD എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് OA ഈസ് ടു OC ഈക്വൽ ടു AB ഈസ് ടു CD എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ സ്ലാൻഡിങ് ലൈൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദി ഹൊറിസോണ്ടൽ ലൈൻ ആർ ഇൻ ദ സെയിം റേഷ്യോ എന്ന് നമ്മളത് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 6 സെൻറ്റിമീറ്റർ ലോങ് ലൈന് വരച്ച് കഴിഞ്ഞാൽ 3:4 റേഷ്യോയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് AC വന്നിട്ട് 6 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം. അതിൽ ഒരു എൻഡിൽ 3 സെൻറ്റിമീറ്റർ ലൈന് വരച്ചിട്ട് അതിനെ AB എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ അടുത്ത എൻഡിൽ C പറഞ്ഞ എൻഡിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ വരച്ചിട്ട് അതിന് CD എന്നിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ C പറഞ്ഞ ആംഗിളും അതുപോലെ തന്നെ A പറഞ്ഞ ആംഗിളും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതിന് ഒരു VD പറഞ്ഞ ലൈന് വരയ്ക്കാം. അതായത് ഇതിൻ്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും Bയും Dയും വരയ്ക്കാം. അത് വന്നിട്ട് AC-നെ Oയിൽ കട്ട് ചെയ്യുന്ന പോലെ വരയ്ക്കണം. ഇത് നമുക്ക് എന്താ അറിയാം, AB ഈസ് ടു CD ഈക്വൽ ടു OA ഈസ് ടു OC ആണെന്ന് അറിയാം. അല്ലെ OA ഈസ് ടു OC ഈക്വൽ ടു എന്താണ് 3:4 എന്ന് എഴുതി. അതായത് OA ഈസ് ടു OC പറഞ്ഞാൽ AB ഈസ് ടു CD എന്ന് അറിയാം. അപ്പോൾ AB പറയുന്നത് എന്താണ് 3 ആണ്, അതുപോലെ CD പറയുന്നത് 4 ആണ്. അപ്പോൾ OA ഈസ് ടു OC ഈക്വൽ ടു 3:4. Question. The picture below shows a square sharing one corner with a right triangle and the other 3 corners on the sides of this triangle. Calculate the length of the sides of the square. ഇപ്പോൾ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ നമുക്ക് കാണാം ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടും അതുപോലെ ബാക്കിയുള്ള സൈഡ് ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ ABC ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ BDEF ആണ് നമ്മുടെ സ്ക്വയർ. അതിൽ FEയും BDയും പാരലലാണ്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ആംഗിൾ AEFും അതുപോലെ ആംഗിൾ ECDയും ഈക്വൽ ആണ്. അതുപോലെ തന്നെ AFEയും EDCയും ആംഗിൾ EDCയും ഈക്വൽ ആണ്. അതായത് റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. BAയും അതുപോലെ തന്നെ DEയും പാരലൽ ആയതുകൊണ്ട് ആംഗിൾ FAEയും ആംഗിൾ DECയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡും പാരലൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. Therefore, angle of triangle AFE ട്രയാങ്കിളും അതുപോലെ തന്നെ EDC ട്രയാങ്കിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം, ആംഗിൾ AEFും ആംഗിൾ ECDയും അതുപോലെ തന്നെ ആംഗിൾ FAEയും
അതുപോലെ തന്നെ ആംഗിൾ ഡി ഇ സിയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഡി ഇ സി ഈക്വൽ ആയിരിക്കും. പിന്നെ ആംഗിൾ എ എഫ് ഇ ഈക്വൽ ടു ആംഗിൾ ഇ ഡി സി ആണ്. ആംഗിൾ എ എഫ് ഇയും അതുപോലെ ആംഗിൾ ഇ ഡി സിയും ഈക്വൽ ടു എന്താണ് 90 ഡിഗ്രി ആണ്. നമുക്ക് ഈ ഫിഗറിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. നമ്മളത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി എടുക്കാം. പിന്നെ നമുക്കറിയാം സെയിം ആംഗിളിലുള്ള ഒരു ട്രയാങ്കിളിൽ സെയിം ആംഗിൾസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെയിം ഫാക്ടറിലാണ് സ്കെയിൽ ചെയ്യാന്ന് അറിയാം. അപ്പോൾ ഈ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽസ് എക്സ്, നമ്മൾ ഈ സ്ക്വയറിൻ്റെ സൈഡൊക്കെ എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എ എഫ് ഡിവൈഡ് ബൈ ഇ ഡി, അതായത് എ എഫും ഇ ഡിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ എഫ് ഇയും ഡി സിയും ഈക്വൽ ആയിരിക്കും. അത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് എ എഫ് പറയുന്നത് എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അത് 2 ബൈ ഇ ഡി പറയുന്നത് എന്താണ്? ഇയും ഡിയും നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. എക്സ് ഈക്വൽ ടു എഫ് ഇ പറയുന്നതും എക്സ് ആണ്. അപ്പോൾ എക്സ് ആക്കി എടുത്തു. ഡി സി പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അത് 1 ആക്കി എടുത്തു. അപ്പോൾ ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 വരും. അപ്പോൾ എക്സ് പറയുന്നത് √2 ആണ്. അതായത് ഓരോ സൈഡിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് √2 ആണ്. Question. The picture below shows a square sharing one corner with the right triangle and the other 3 corners on the sides of this triangle. What is the length of the sides of such a square drawn within a triangle of side 3 cm, 4 cm, 5 cm? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ എ ബി 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ എ സി 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ ബി ഡി പറയുന്നത് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഉള്ളിലുള്ള ആ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതായത് നേരത്തെ നമ്മൾ ഈ ഒരു എക്സിൻ്റെ വാല്യൂ √2 കണ്ടുപിടിച്ചു. പക്ഷേ ഈ എ ബിൻ്റെ ലെങ്ത്തും എ സിൻ്റെ ലെങ്ത്തും ബി സിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഉള്ളിലുള്ള സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ സൈഡിൻ്റെ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് പറയുന്നത് നമ്മൾ എക്സ് ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ സി ഡി പറയുന്നത് എന്താണ്? 3 - x ആണ്. അതുപോലെ എ എഫ് പറയുന്നത് എന്താണ്? എ എഫ് പറയുന്നത് 4 - x ആണ്. 3 - x എങ്ങനെയാണ് എടുത്തത്? ഇത് മൊത്തം 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഇത്രയും ലെങ്ത് പറയുന്നത് എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 3 - x ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. If the angles of the triangle AFE and EDC are equal, അതായത് AFEയും EDCയും ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ 4 - x by x ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 3 - x. അപ്പോൾ ഈ സൈഡും അതായത് 4 - xും ഈ എക്സും അതുപോലെ 3 - xും ഈ എക്സും ഈക്വൽ ആണെന്നാണ് നമ്മൾ ഇവിടെ എഴുതിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ മുമ്പ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതിൽ നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. Therefore, ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 - x × 3 - x ഈക്വൽ ടു x × x. അപ്പോൾ 4 - x × 3 - x നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 - 4x - 3x + x². അതായത് 4 × 3 12 - x × 4 × 3 12 4 × - x ചെയ്താൽ -4x. പിന്നെ -3 × x ചെയ്തതിന് -x × 3 ചെയ്താൽ -3x പ്ലസ് -x × -x ചെയ്താൽ x². ദാറ്റ്സ് ഈക്വൽ ടു x². അപ്പോൾ നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. 12 -4xും -3xും പറയുന്നത് എന്താ? -7x ആണ്. അപ്പോൾ 12 - 7x ഈക്വൽ ടു ഈ x² നമ്മൾ അപ്പർ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ x² - x² വരും. അപ്പോൾ അത് 0 ആണ്. അപ്പോൾ ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ 7x ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പോൾ x ഈക്വൽ ടു 12 / 7. 12 / 7 പറയുന്നത് 1.71 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് പറയുന്നത് 1.71 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പം ഇത് നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കുറേ കാര്യങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ വാല്യൂസ് ഇട്ട് ചെയ്തേ ഉള്ളൂ. ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ ബിലോ. താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ
ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ട്രയാങ്കിൾ ABC ആണ് ലാർജസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിനെ തന്നെ രണ്ട് റൈറ്റ് ട്രയാങ്കിളൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് BDAയും അതുപോലെ BDCയും. അതാണ് ഈ വലിയ ട്രയാങ്കിളിനെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ AD പറയുന്നത് 9 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ CD പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ BADനെ X ആയിട്ട് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ABD പറയുന്നത് 90 മൈനസ് X ഡിഗ്രി ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ആംഗിൾ DBC പറയുന്നത് X ആയിട്ട് എടുത്തു. അതുപോലെ ആംഗിൾ BCD പറയുന്നതും BCD പറയുന്നതും X ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ BDCയും ട്രയാങ്കിൾ ABCയും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി X ഡിഗ്രിയും 90 ഡിഗ്രിയും എടുക്കാം. ഈ X ഡിഗ്രിയും അതുപോലെ 90 ഡിഗ്രിയും എടുത്തു കഴിഞ്ഞാൽ BC/CD ഈക്വൽ ടു AC ബൈ BC ആണ് കിട്ടുക. അതായത് BC/CD ഈക്വൽ ടു AC ബൈ BC. നമ്മൾ നേരത്തെ കുറേ പ്രോബ്ലംസ് ചെയ്തതിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ BC പറയുന്നത് നമ്മൾ അവിടെ തന്നെ എഴുതുക. CD പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ എന്ന്. ഈക്വൽ ടു AC പറയുന്നത് എന്താണ്? AC പറയുന്നത് 9 സെൻറ്റിമീറ്റർ പ്ലസ് 4 സെൻറ്റിമീറ്റർ ആണ്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബൈ BC ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ BC സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു 9 പ്ലസ് 4 വരും. ഈക്വൽ ടു 4 ഇൻറ്റു 9 പ്ലസ് 4 പറയുന്നത് 13 ആണ്. അപ്പോൾ 4 ഇൻറ്റു 13 ദാറ്റ് ഇസ് ഈക്വൽ ടു 52 ആണ്. ഇപ്പോൾ BC പറയുന്നത് ഇത് BC സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ BC കണ്ടുപിടിക്കണമെങ്കിൽ 52ൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 52 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 13 എന്ന് എഴുതാം. ഈക്വൽ ടു 4ൻ്റെ സ്ക്വയർ റൂട്ട് പറയുന്നത് 2 ആണ്. 13ൻ്റെ സ്ക്വയർ റൂട്ട് ഇല്ല. അപ്പോൾ നമ്മൾ റൂട്ട് 13 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. അപ്പോൾ നമ്മൾ BC കണ്ടുപിടിച്ചു 2 റൂട്ട് 13 സെൻറ്റിമീറ്റർ എന്ന്. BC പറയുന്നത് ഈ ഒരു ലെങ്ത് ആണ്. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രയാങ്കിൾ ABCയും എടുക്കാം. അതുപോലെ ട്രയാങ്കിൾ ABDയും എടുക്കാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 90 ഡിഗ്രി മൈനസ് എക്സും അതുപോലെ 90 ഡിഗ്രിയും കൺസിഡർ ചെയ്യാം. 90 മൈനസ് X ഡിഗ്രിയും അതുപോലെ 90 ഡിഗ്രിയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ അപ്ലൈ ചെയ്ത സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യാം. AB ബൈ AD ഈക്വൽ ടു AC ബൈ AB. ദാറ്റ്സ് ഈക്വൽ ടു AB ബൈ നമുക്ക് AD അറിയാം 9 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ AC പറയുന്നത് 9 പ്ലസ് 4 ആണ്. ബൈ B ചെയ്യാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ AB സ്ക്വയർ ഈക്വൽ ടു 9 ഇൻറ്റു 13 ദാറ്റ്സ് ഈക്വൽ ടു 117 കിട്ടും. അപ്പോൾ AB പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 117 ഈക്വൽ ടു 117 നമുക്ക് വീണ്ടും 9 ഇൻറ്റു 13 എന്ന് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് ഈക്വൽ ടു 9ൻ്റെ സ്ക്വയർ റൂട്ട് 3യും 13ൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് 13 സെൻറ്റിമീറ്റർ എന്ന് തന്നെ എഴുതും. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ലാർജസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ എന്താണ്? ABC ആണ്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AB ആണ് കണ്ടുപിടിക്കുന്നത്. ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AB. ഏരിയൻ്റെ ഇക്വേഷൻ അല്ലേ? ഹാഫ് രണ്ട് സൈഡും ഹാഫ് ഇൻറ്റു BCയും അതുപോലെ ABയും ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 റൂട്ട് 13 ഇൻറ്റു 3 റൂട്ട് 13. അത് ഈ രണ്ട് വാല്യൂസ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അതിവിടെ നിന്ന് അപ്ലൈ ചെയ്തേ ഉള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 3 6 ആണ്. റൂട്ട് 13 ഇൻറ്റു റൂട്ട് 13 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 39 സ്ക്വയർ സെൻറ്റിമീറ്റർ ലഭിക്കും. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: 2 poles of height 3 meters and 2 meters are erected upright on the ground, and ropes are stretched from the top of each to the foot of the other. At what height above the ground do the ropes cross each other? അപ്പോൾ നമുക്ക് രണ്ട് പോൾസ് ഉണ്ട്. അതൊന്ന് 3 സെൻറ്റിമീറ്ററും ഒന്ന് 2 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നിന്നും, അത് ബീൻ്റെ ടോപ്പിൽ നിന്നും ഒരു റോപ്പ് കെട്ടിയിട്ട് സീൻ്റെ
ബോട്ടത്തിൽ ഫൂട്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ അതായത് നെക്സ്റ്റ് പോളിൻ്റെ ടോപ്പിൽ നിന്നും ഒരു റോപ്പ് മുന്നത്തെ പോളിൻ്റെ ഫൂട്ടിലോട്ട് കെട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 റോപ്സും ക്രോസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അത് 2 റോപ്സും ക്രോസ് ചെയ്തിട്ട് ഏത് പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത് ആ പോയിന്റും നമ്മുടെ ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ബി എ തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ, ബി അല്ലെങ്കിൽ എ ബി പറയുന്നത് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഡി സി പറയുന്നത് 2 മീറ്ററും തന്നിട്ടുണ്ട്. സെൻറ്റിമീറ്റർ അല്ല, മീറ്ററാണ്. അങ്ങനെ എഫ് ഇ പറയുന്നത് എച്ച് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പിന്നെ ട്രയാങ്കിൾ എഫ് ഇ സിയും അതുപോലെ ട്രയാങ്കിൾ എ ബി സിയും ഈക്വൽ ആണ്. കാരണം ദെയർ സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ ആണ്. അതായത് എഫ് ഇ ബൈ ബി എയും അതുപോലെ ഇ സിയും എ സിയും സെയിം റേഷ്യോയിലാണ്. അതിൽ എഫ് ഇ പറയുന്നത് നമുക്ക് എച്ച് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, അതിവിടെ അപ്ലൈ ചെയ്തു. അതുപോലെ ബി എ പറയുന്നത് 3 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ ഇ സി ബൈ എ സി അതിന് ഇക്വേഷൻ 1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി എഫ് ഇ ബൈ ഡി സി ഈക്വൽ ടു എ ഇ ബൈ എ സി നമ്മൾ ഇതേ ഒരു മെത്തേഡിൽ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യാം. എഫ് ഇ ബൈ ഡി സി ഈക്വൽ ടു എ ഇ ബൈ എ സി. അപ്പോൾ അത് പറയുന്നത് എഫ് ഇ പറയുന്നത് എന്താണ്, എച്ച് ആണ്. ഡി സി പറയുന്നത് 2 ആണ്. പിന്നെ എ ഇ ബൈ എ സി അത് സെക്കൻഡ് ഇക്വേഷൻ ആക്കി എടുത്തു. ഈ 2 ഇക്വേഷനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബൈ 3 പ്ലസ് എച്ച് ബൈ 2 ഈക്വൽ ടു ഇ സി ബൈ എ സി പ്ലസ് എ ഇ ബൈ എ സി കിട്ടും. അതുപോലെ ഇ സി ബൈ എ ഇ ഡിവൈഡ് ബൈ എ സി ഈക്വൽ ടു എ സി ബൈ എ സി ആണ്. ഇ സി ബൈ എ ഇ എന്താണ് ഇവിടെ, ഇ സി പ്ലസ് എ ഇ പറഞ്ഞാൽ എന്താണ്, എ സി ആണ്. ഇ സി പ്ലസ് എ ഇ പറയുന്നത് എ സി ആണ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ സി ബൈ എ സി ഈക്വൽ ടു 1 കിട്ടും. അതായത് എച്ച് ബൈ 3 പ്ലസ് എച്ച് ബൈ 2 ഈക്വൽ ടു 1 ആണ് നമ്മൾ തേർഡ് ഇക്വേഷൻ ആക്കി സെറ്റ് ചെയ്തു. ഇനി ഈ 2 സൈഡിലും 6 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ, തേർഡ് ഇക്വേഷന് 6 കൊണ്ടൊന്ന് 2 സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 ഇൻറ്റു എച്ച് ബൈ 3 പ്ലസ് 6 ഇൻറ്റു എച്ച് ബൈ 2 ഈക്വൽ ടു 6 ഇൻറ്റു 1 കിട്ടും. അതായത് 6 ഡിവൈഡ് ബൈ 3 എത്രയാണ്, 2 ആണ്. 2h പ്ലസ് 6 ഡിവൈഡ് ബൈ 2 പറയുന്നത് 3 ആണ്. 3h ഈക്വൽ ടു 6 ഇൻറ്റു 1 6, അതായത് 5h ഈക്വൽ ടു 6 കിട്ടും. h ഈക്വൽ ടു 6 ബൈ 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 1.2 സെൻറ്റിമീറ്റർ, അതായത് 1.2 മീറ്റർ. അപ്പോൾ ഈ ഒരു ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ റോപ്സ് ക്രോസ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് 1.2 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്, ലെങ്ത്തിലെ ഹൈറ്റ് വരുന്നത്. ക്വസ്റ്റ്യൻ: 2 poles of heights 3 meters and 2 meters are erected upright on the ground and ropes are stretched from the top of each to the foot of the other. Prove that this height would be the same whatever the distance between the poles, denoting the heights of the poles A, B and the height of the point of crossing above the ground as h. Find the relation between A, B and h. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ആണ്. അതായത് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സെയിം ഫിഗർ തന്നെയാണ്. പക്ഷേ ഇതിൽ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ 2 പോൾസിൻ്റെയും ഡിസ്റ്റൻസ് മാറും തോറും ആ ഒരു ഹൈറ്റ് സെയിം തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ പോൾസിൻ്റെ ഹൈറ്റ് എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ ഗ്രൗണ്ടിൽ നിന്നുള്ള ആ ഒരു ഹൈറ്റ് പറയുന്നത് എച്ചും കൊടുത്തു കഴിഞ്ഞാൽ എയും ബിയും എച്ചും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഈ 2 ട്രയാങ്കിളിലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബൈ 3 പ്ലസ് എച്ച് ബൈ 2 ഈക്വൽ ടു 1 കിട്ടും. നമ്മൾ നേരത്തെ ആ ഒരു പ്രോബ്ലത്തിൽ ചെയ്തതാണ്. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാവാം, ഇതിനകത്ത് പോൾസിൻ്റെ ഡിസ്റ്റൻസ് മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ എച്ച് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ആ 2 പോൾസിൻ്റെ ഡിസ്റ്റൻസ് എത്ര മാറ്റം വന്നാലും അതിൻ്റെ ഹൈറ്റ് പറയുന്നത് സെയിം തന്നെയായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയുന്നത് എൻ്റെയും ബിൻ്റെയും എച്ചിൻ്റെയും റിലേഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 പോൾസിൻ്റെയും ലെങ്ത്ത് എയും ബിയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് എച്ച് ബൈ എ നമ്മളിവിടെ 3യും
2 ഇട്ടിട്ടാണ് നേരത്തെ ചെയ്തത്. അതിന് പകരം എയും ബിയും ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എച്ച് ബൈ എ പ്ലസ് എച്ച് ബൈ ബി ഈക്വൽ ടു 1 കൊടുക്കാം. അത് ട്രയാങ്കിൾ ഇ എഫ് സിയും അതുപോലെ ട്രയാങ്കിൾ എ ഡി ഇയും എ ഇയും കമ്പയർ ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. എ ഡി സിയും എ എഫ് ഇയും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. Question. In the picture below, AP is the bisector of angle A of triangle ABC. Prove that the angles of the triangle ABP and CPQ are the same. ഇപ്പോൾ താഴെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ എ പി പറയുന്നത് എ ബി സി ട്രയാങ്കിളിലെ ആംഗിൾ എന്റെ ബൈസെക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി പിൻ്റെയും സി പി ക്യൂവിൻ്റെയും ആംഗിൾസ് സെയിം ആണെന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് എ പി പറയുന്നത് ആംഗിൾ എൻ്റെ ബൈസെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എ പിയും ആംഗിൾ സി എ പിയും ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾ എ സി ക്യൂ പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, അത് ട്രയാങ്കിൾ എ സി ക്യൂ പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം എ സി ഈക്വൽ ടു ബി സി ആയതുകൊണ്ട്, എ സി ഈക്വൽ ടു ബി സി ആയതുകൊണ്ട്, എ സി ഈക്വൽ ടു ക്യൂ സി രണ്ടും 3 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എ സി ഈക്വൽ ടു ക്യൂ സി ആയതുകൊണ്ട് ഈ ഒരു ട്രയാങ്കിൾ പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾ. കാരണം രണ്ട് സൈഡും ഈക്വൽ ആണല്ലോ ഒരു ട്രയാങ്കിളിൻ്റെ, അതുകൊണ്ടാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് ആംഗിൾ പി എ സി, ആംഗിൾ പി എ സിയും ആംഗിൾ പി ക്യു സിയും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ ബി എ പി, ആംഗിൾ ബി എ പിയും ആംഗിൾ പി എ സിയും അതുപോലെ തന്നെ ആംഗിൾ പി ക്യു സിയും ഈക്വൽ ആണെന്നാണ് ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി ആംഗിൾ ബി എ പി, ആംഗിൾ ബി എ പിയും ആംഗിൾ ക്യു പി സിയും ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട് അതും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ ബി പി എ ഈക്വൽ ടു ആംഗിൾ ക്യു പി സി. അത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് സെറ്റ് ചെയ്തു. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പോൾ ട്രയാങ്കിൾ എ ബി പിൻ്റെയും ട്രയാങ്കിൾ ക്യു പി സിയും രണ്ട് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് തേർഡ് ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ എ ബി പിയും അതുപോലെ ആംഗിൾ പി സി ക്യൂയും ഈക്വൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി പി ആൻഡ് ട്രയാങ്കിൾ സി പി ക്യൂ ആർ ദ സെയിം. അപ്പോൾ ട്രയാങ്കിൾ എ ബി പിൻ്റെയും അതുപോലെ ട്രയാങ്കിൾ സി പി ക്യൂവിൻ്റെ എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. Question. In the picture below, AP is the bisector of angle of triangle ABC. Calculate BP by PC. Prove that in any triangle, the bisector of an angle divides the opposite sides in the ratio of the sides containing the angle. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബാക്കി പാർട്സ് ആണ്. സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ആണ്. അപ്പോൾ സെയിം ഫിഗർ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് BP by PC കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആൻസർ. ഇൻ ട്രയാങ്കിൾസ് വിത്ത് ഈക്വൽ ആംഗിൾസ് ദ സൈഡ് ഓപ്പോസിറ്റ് ദ ഈക്വൽ ആംഗിൾസ് വിൽ ബി ഇൻ ദ സെയിം റേഷ്യോ. ഇത് നമ്മൾ എല്ലാ പ്രോബ്ലംസിലും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി പിയും അതുപോലെ ട്രയാങ്കിൾ സി പി ക്യൂവും ഈക്വൽ ആണ്. അതായത് ബി പി ബൈ പി സി ഈക്വൽ ടു എ ബി ബൈ ക്യു സി, ദാറ്റ്സ് ഈക്വൽ ടു എ പി ബൈ പി ക്യു. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എ ബി ബൈ ക്യു സി പറയുന്നത് 5/3 ആണ്. ഇവിടെ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ തന്നിട്ട് 5/3 ആണ്. അതുപോലെ ബി പി ബൈ പി സി ഈക്വൽ ടു 5/3. അപ്പോൾ നമ്മൾ ഇതിലെന്താണ് ബി പി ബൈ പി സി ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ബി പി ബൈ പി സി പറയുന്നത് 5/3 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ബി പി ബൈ പി സി ഈക്വൽ ടു എ ബി ബൈ ക്യു സി എന്ന് തന്നിട്ടുണ്ട്. അതായത് ക്യു സിയും ഈക്വൽ ടു എ സി ആയതുകൊണ്ട് ക്യു സി ഈക്വൽ ടു എ സി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ബി പി ബൈ പി സി ഈക്വൽ ടു എ ബി ബൈ എ സി എന്ന് എഴുതാം. എ ബി ബൈ എ സി എന്ന് എഴുതാം.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനും പ്രൂവ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. Question. Draw the triangle with angles the same as those of the triangle shown below and the sides scaled by 1/4. അപ്പോൾ നമുക്ക് താഴെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളിലുള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കാം. സെയിം ആംഗിൾസ് ആയിരിക്കണം. പക്ഷെ സൈഡ് വന്നിട്ട് 1/4 സ്കെയിൽ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ ഓരോ സൈഡും 1/4 വെച്ച് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/4 പറയുന്നത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1.25 ആണ് കിട്ടുക. ഇപ്പോൾ 4 × 1.25 പറഞ്ഞാൽ 5 കിട്ടും. 8 × 1.25 ചെയ്താൽ 1.10 കിട്ടും. അതുപോലെ 6 × 1.25 ചെയ്താൽ 7.5 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. ആദ്യം ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ബി പറഞ്ഞൊരു ലൈൻ വരയ്ക്കുക. അതിന് 10 സെൻറ്റിമീറ്റർ ലെങ്ത് കൊടുക്കാം. ഡ്രോ എ 5 സെൻറ്റിമീറ്റർ ആർക്ക് ഫ്രം പോയിന്റ് എ. അപ്പോൾ എയിൽ നിന്നും 5 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കാം. അതുപോലെ ബിയിൽ നിന്നും 7.5 സെൻറ്റിമീറ്ററിലൊരു ആർക്ക് വരയ്ക്കാം. എന്നിട്ട് ആ ഒരു പോയിന്റിന് സി ആയിട്ട് കൊടുത്തിട്ട് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് സി ആക്കി കൊടുക്കാം. എന്നിട്ട് ജോയിൻ എ സി ആൻഡ് ബി സി ടു ഫോം ദ റിക്വയർഡ് ട്രയാങ്കിൾ. എന്നിട്ട് എ സിയും അതുപോലെ ബി സിയും കൂടെ വരയ്ക്കാം. ആ പോയിന്റിലോട്ട് വരയ്ക്കാം. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നതായിരിക്കും. Question. See the picture of the quadrilateral. Draw the quadrilateral with the same angles as this and sides scaled by factor of 1/2. അപ്പോൾ താഴെ കാണുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ പിക്ചർ നോക്കിയിട്ട് ഇതിൻ്റെ സെയിം ആംഗിളിൽ തന്നെ വേറൊരു ക്വാഡ്രിലാറ്റർ വരയ്ക്കാം. പക്ഷെ അതിൻ്റെ സൈഡ് വന്നിട്ട് 1/2 സ്കെയിൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആൻസർ. When the sides are scaled by 1/2 we get. അപ്പോൾ നമ്മൾ 1/2 സ്കെയിൽ ചെയ്തിട്ട് സൈഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്ററിൻ്റെ വന്നിട്ട് 4 × 1/2 = 4 × 3/2 = 6 സെൻറ്റിമീറ്റർ കിട്ടും. ഈ 1/2 നമ്മൾ 3/2 ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതാണ്. അതുപോലെ 2 പറയുന്നത് 2 × 1/2 = 2 × 3/2 = 3 സെൻറ്റിമീറ്റർ കിട്ടും. അതുപോലെ 5 × 1/2 = 5 × 3/2 = 7.5 സെൻറ്റിമീറ്റർ കിട്ടും. അതുപോലെ 3 × 1/2 = 3 × 3/2 = 4.5 സെൻറ്റിമീറ്റർ കിട്ടും. അതുപോലെ 6 × 1/2 = 6 × 3/2 = 9 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമ്മൾക്ക് എങ്ങനെ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ നോക്കാം. ആദ്യം ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 9 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ബി പറഞ്ഞ ലൈന് 9 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം. ഡ്രോ എൻ ആർക്ക് ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ ഫ്രം ബി. അപ്പോൾ ബിയിൽ നിന്നും 4.5 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ അവിടെ എന്നിട്ട് ഒരു പോയിന്റ് സി അവിടെ മാർക്ക് ചെയ്യാം. ഡ്രോ ആർക്ക് ഓഫ് ലെങ്ത് 3 സെൻറ്റിമീറ്റർ ഫ്രം സി. സിയിൽ നിന്നും ഒരു 3 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കാം. ആൻഡ് 6 സെൻറ്റിമീറ്റർ ഫ്രം എ. എയിൽ നിന്നും 6 സെൻറ്റിമീറ്ററും വരയ്ക്കാം. ആ പോയിന്റിന് ഡി ആക്കാം. എന്നിട്ട് ബി സി ജോയിൻ ചെയ്യുക. അതുപോലെ സി ഡി ജോയിൻ ചെയ്യുക. അതുപോലെ എ ഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നതായിരിക്കും. Question. See the picture of the quadrilateral. Draw a quadrilateral with the angles different from this and sides scaled by a factor of 1/2. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ നോക്കാം. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഡിഫറെൻറ്റ് ആംഗിൾസിൽ വേറൊരു ക്വാഡ്രിലാറ്റർ വരയ്ക്കുക. അതുപോലെ തന്നെ സൈഡ്സ് വന്നിട്ട് 1/2 സ്കെയിൽ ചെയ്തിരിക്കണം. അപ്പോൾ അതങ്ങനെ വരയ്ക്കാൻ നോക്കാം. We need to draw a quadrilateral with different angles. നമുക്ക് ഡിഫറെൻറ്റ് ആംഗിൾസിലാണ് ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കേണ്ടത്. ബട്ട് വിത്ത് ദ സൈഡ് സ്കെയിൽഡ് ബൈ എ ഫാക്ടർ ഓഫ് 1/2. പക്ഷേ അതിൻ്റെ സൈഡ്സ് നമ്മൾ 1/2 സ്കെയിൽ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ദ quadrilateral we have drawn has been scaled by this factor. അപ്പോൾ നമ്മൾ ഒരു ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ക്വാഡ്രിലാറ്ററൽ എല്ലാം സ്കെയിൽ ചെയ്യാം. Now we only need to adjust the angles. നമുക്ക് ആംഗിൾസ് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. To do this, we just need to change the length of the diagonal. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയഗണലിൻ്റെ ലെങ്ത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ലെറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ബി 8.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത് നമുക്ക് 8.5 സെൻറ്റിമീറ്റർ ആണ്. ഇത് നമ്മുടെ നേരത്തെ സെയിം ഫിഗറിനെയാണ് നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗണലിന് 8.5 സെൻറ്റിമീറ്റർ ആക്കി. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഫോർ അഡ്ജസ്റ്റിംഗ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ വി മസ്റ്റ് ഫസ്റ്റ് എൻഷുർ ദാറ്റ് ദ അതർ 2 ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ. അപ്പോൾ നമ്മൾ ഡയഗണൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കി 2 ട്രയാങ്കിൾസും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫിഗർ പറഞ്ഞ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ഫിഗറിന് ആ നടുവിലുള്ള ആ ഒരു ലെങ്ത്ത് 8.5 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ട് ബാക്കി അതേ മെത്തേഡിൽ തന്നെ വരയ്ക്കാവുന്നതാണ്. Question.
ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് 6 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ പറയുന്നത് 6 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് സൈഡ്സ് 4 ടൈംസ് ദോസ് ഓഫ് ദിസ്? അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ട്രയാങ്കിളിനെക്കാളും 4 ടൈംസ് ലെങ്ത് ഉള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? അതുപോലെ തന്നെ ഹാഫ് ടൈംസ് ലെങ്ത് ഉള്ള മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ് കെ ടൈംസ് ദ ലെങ്ത് ഓഫ് അനദർ ട്രയാങ്കിൾ വിൽ ബി കെ സ്ക്വയർ ടൈംസ് ദ ഏരിയ ഓഫ് ദ അതർ ട്രയാങ്കിൾ. അതായത് ഒരു ട്രയാങ്കിളിനെക്കാളും കെ ടൈംസ് ലെങ്ത് ഉള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ കെ സ്ക്വയർ ടൈംസ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഒരു ലെങ്ത് പറയുന്നത് 4 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പോൾ അതിൻ്റെ ഏരിയ പറയുന്നത് 4 സ്ക്വയർ ടൈംസ് ഓഫ് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ പറയുന്നത് 6 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ പറയുന്നത് 6 ഇൻറ്റു 4 സ്ക്വയർ ടൈംസ് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ആയിരിക്കും. അതായത് 4 സ്ക്വയർ പറയുന്നത് 16 ആണ് ഇൻറ്റു നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വൽ ടു 96 സ്ക്വയർ സെൻറ്റിമീറ്റർ. രണ്ടാമത് പറയുന്നത് ലെങ്ത് ഓഫ് ദ സൈഡ് ഹാഫ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ പറയുന്നത് 6 ആണ് ഇൻറ്റു ഹാഫ് സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് സ്ക്വയർ പറയുന്നത് 1/4 ആണ്. 6 ഇൻറ്റു 1/4 ഈക്വൽ ടു 3/2 സ്ക്വയർ സെൻറ്റിമീറ്റർ. 6 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 3 ആവും, ഇത് 2 ആവും. 3/2 സ്ക്വയർ സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ: prove that if the perpendicular sides of two right triangles are scaled by the same factor, then the hypotenuse are also scaled by the same factor. അതായത് നമുക്കിപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ രണ്ട് സൈഡ് പറയുന്നത് എയും ബിയും ആണെങ്കിൽ ഇത് നമ്മളൊരു കെ പറഞ്ഞ ഫാക്ടർ വെച്ച് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹൈപ്പോടെന്യൂസും സെയിം ഫാക്ടർ വെച്ച് തന്നെയാണ് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്, അത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എയും ബിയും ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഹൈപ്പോടെന്യൂസ് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. അതേസമയം ഇപ്പോൾ നമ്മുടെ സ്കെയിൽ ചെയ്യാൻ പോകുന്ന ഫാക്ടർ കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് വന്നിട്ട്, അത് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് വന്നിട്ട് നമുക്ക് കെ എ അല്ലെങ്കിൽ കെ ബി വെച്ചിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈപ്പോടെന്യൂസിൻ്റെ ലെങ്ത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് കെ എ സ്ക്വയർ പ്ലസ് കെ ബി സ്ക്വയർ. നമ്മൾ ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് കെ എ സ്ക്വയർ പ്ലസ് കെ ബി സ്ക്വയർ കിട്ടും. ഇനി കെ എ സ്ക്വയർ പറയുന്നത് എന്താണ്? കെ സ്ക്വയർ എ സ്ക്വയർ ആണ്. കെ ബി സ്ക്വയർ പറയുന്നത് കെ സ്ക്വയർ ബി സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ബി സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് കെ സ്ക്വയറിന് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഈക്വൽ ടു കെ സ്ക്വയർ പറയുന്നതാണ് കെ ആണ്. അപ്പോൾ റൂട്ടിൻ്റെ പുറത്തെടുത്തു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഹൈപ്പോടെന്യൂസിന് നമുക്ക് ആ സെയിം കെ ഫാക്ടർ വെച്ചിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. മീൻസ് ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ ഹൈപ്പോടെന്യൂസ് വിൽ ഓൾസോ ബി കെ. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. ക്വസ്റ്റ്യൻ: prove that if any two sides of two right triangles are scaled by the same factor, then the third side also is scaled by the same factor. നമ്മൾ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ രണ്ട് സൈഡും ഒരു സെയിം ഫാക്ടർ വെച്ചിട്ട് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നാമത്തെ സൈഡും സെയിം ഫാക്ടർ വെച്ചിട്ട് തന്നെ സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫിഗർ വെച്ചിട്ട് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ രണ്ട് സൈഡ് പറയുന്നത് എയും ബിയും തന്നിട്ടുണ്ട്. അതേസമയം വേറെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന് നമ്മൾ കെ പറഞ്ഞിട്ടുള്ള ഫാക്ടർ വെച്ചിട്ടാണ് സ്കെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കെ സിയും കെ ബിയും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡും അതേ ഫാക്ടർ വെച്ചിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ അസ്യൂം ചെയ്യാം, അതായത് ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് പറയുന്നത് എയും ബിയും ആയിട്ട് എടുക്കുക, അതിൻ്റെ ഹൈപ്പോടെന്യൂസ് സി ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ.
ദാറ്റ് ഈസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തു. ഈ എ സ്ക്വയർ ബി സ്ക്വയറിന് നമ്മൾ ഒരു ഈക്വൽ ടു ഈ സൈഡിൽ കൊണ്ടുവന്നു. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടി. അതിന് ഇക്വേഷൻ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിളിന് കെ വെച്ചിട്ട് സ്കെയിൽ ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് പറയുന്നത് കെ സി ആയിരിക്കും, അതുപോലെ ബേസ് പറയുന്നത് കെ ബി ആയിരിക്കും. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്താണ്? കെ സി ആണ്. കെ സി സ്ക്വയർ മൈനസ് കെ ബി സ്ക്വയർ ഈക്വൽ ടു കെ സി സ്ക്വയർ പറയുന്നത് കെ സ്ക്വയർ സി സ്ക്വയർ ആണ്. കെ ബി സ്ക്വയർ പറയുന്നത് കെ സ്ക്വയർ ബി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ സി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ബി സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. കെ സ്ക്വയർ ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ കെ സ്ക്വയർ പറയുന്നത് കെ ആണ്. സോറി, നമ്മൾ ഇവിടെ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ അവിടെ എ സ്ക്വയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇക്വേഷൻ 1 നിന്നുള്ള ആ എ സ്ക്വയർ ആണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കെ സ്ക്വയർ എ സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ എ സ്ക്വയർ എന്താണ്? കെ എ ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പെർപെൻഡിക്കുലർ സൈഡും ആ കെ പറഞ്ഞ ഫാക്ടർ വെച്ചിട്ട് സെയിം ഫാക്ടർ വെച്ചിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ തേർഡ് സൈഡ് വിൽ ഓൾസോ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ സെയിം സ്കെയിൽ ഫാക്ടർ കെ. Question. Draw a triangle and mark a point inside it. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിനകത്തൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. Join this point to the vertices and extend each of them by half its original length. Join the endpoints of these lines to form another triangle. Prove that the sides of the larger triangle are 1.5 times the sides of the original triangle. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അതായത് എ ബി സി പറഞ്ഞ ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ നടുവിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അത് ഒ ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്യാം. അതായത് ഒന്ന് എക്കും ഒന്ന് ബിക്കും ഒന്ന് സിക്കും ജോയിൻ ചെയ്യാം. അതിന് ശേഷം ചെയ്യേണ്ടത് ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ഒറിജിനൽ ലെങ്ത്തിൻ്റെ ഹാഫ് എടുത്തിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അതായത് ഇതിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ എല്ലാ ലൈനും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വേറൊരു ട്രയാങ്കിൾ അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ the sides of the larger triangle are 1.5 times the sides of the original triangle. അപ്പോൾ ഈ ലാർജ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒക്കെ നമ്മുടെ ഒറിജിനൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സിനേക്കാളും 1.5 ടൈംസ് ലാർജർ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. കൺസിഡർ ദ പോയിന്റ്സ് ഇൻസൈഡ് എ ബി സി എസ് ഒ. നമ്മൾ എ ബി സിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് ഒ ആയിട്ട് എടുക്കാം. നമുക്ക് എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ എ പി ഈക്വൽ ടു ഹാഫ് ഓഫ് ഒ എ. എ പി പറയുന്നത് ഒ എൻ്റെ ഹാഫാണ്. അതുപോലെ ബി ക്യൂ പറയുന്നത് ഒ ബിൻ്റെ ഹാഫാണ്. സി ആർ പറയുന്നത് ഒ സിൻ്റെ ഹാഫാണ്. ഇനി നമുക്ക് ട്രയാങ്കിൾ ഒ എ ബി എടുക്കാം. ഒ എ ബി എടുക്കാം. ട്രയാങ്കിൾ പി ഒ ക്യൂ എടുക്കാം. ട്രയാങ്കിൾ പി ഒ ക്യൂ എടുത്തു കഴിഞ്ഞാൽ ഒ പി ബൈ ഒ എ ഈക്വൽ ടു ഒ ക്യൂ ബൈ ഒ ബി ആണ്. അതുപോലെ തന്നെ ആംഗിൾ എ ഒ ബിയും ആംഗിൾ പി ഒ ക്യൂവും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ഒ എ ബിയും ട്രയാങ്കിൾ ഒ പി ക്യൂവും സിമിലർ ആയിരിക്കും. അതായത് ഒ പി ബൈ ഒ എ ഈക്വൽ ടു ഒ ക്യൂ ബൈ ഒ ബി ആണെങ്കിൽ ഒ പി 1.5 ബൈ 1 ആണ് വരിക. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഒ ക്യൂ പറയുന്നത് എന്താണ്? 1.5 ആണ് ഡിവൈഡഡ് ബൈ ഒ ബി പറയുന്നത് 1 ആയിട്ട് എടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു 1/2. അങ്ങനെയാണെങ്കിൽ പി ക്യൂ ബൈ എ ബി, പി ക്യൂ ബൈ എ ബി ഈ ലെങ്ത്താണ് നമ്മൾ കാണാൻ പോകുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 1.5 ആണ്. പി ക്യൂ ഈക്വൽ ടു 1.5 ഇൻറ്റു എ ബി. അപ്പോൾ പി ക്യൂ എന്താണ്? പിയും ക്യൂവും പറയുന്നത് 1.5 ഇൻറ്റു എ ബി. എ ബിനേക്കാളും 1.5 കൂടുതലാണ്. അതാണ് നമ്മൾക്കവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ദ സൈഡ് പി ക്യൂ ഈസ് 1.5 ടൈംസ് ദ സൈഡ് എ ബി. ഇനി നമുക്ക് ട്രയാങ്കിൾ ഒ ബി സി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യാം. ഒ ബി സി എടുക്കാം. ഇനി ട്രയാങ്കിൾ ഒ
ക്യു ആറും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒ ക്യു ബൈ ഒ ബി ഈക്വൽ ടു ഒ ആർ ബൈ ഒ സി ആണ്. അതുപോലെ തന്നെ ആംഗിൾ ബി ഒ സിയും അതുപോലെ ആംഗിൾ ക്യു ഒ ആറും ഈക്വൽ ആണ്. അപ്പോൾ ഒ ക്യു ബൈ ഒ ബി ഈക്വൽ ടു ഒ ആർ ബൈ ഒ സി ആണ്. അതായത് 1.5 ബൈ 1. അപ്പോൾ ക്യു ആർ ബൈ ബി സി പറയുന്നത് 1.5 ആണ്. അതായത് ക്യു ആർ ഈക്വൽ ടു 1.5 ഇൻറ്റു ബി സി. ക്യു ആർ ഈക്വൽ ടു 1.5 ഓഫ് ബി സി. ഇതിനേക്കാളും 1.5 ടൈംസ് ക്യു ആർ വലുതാണ്. That is, the side QR of the larger triangle is 1.5 times the side BC of the smaller triangle. Similarly, we get PR equal to 1.5 times AC. The sides of the larger triangle are 1.5 times the side of the original triangle. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ട്രയാങ്കിളിനെക്കാളും 1.5 ടൈംസ് ലാർജർ ട്രയാങ്കിളിൻ്റെ സൈഡ് വലുതായിരിക്കും. Question. The vertices of a quadrilateral are joined to a point inside it, and these lines are extended by the same scale factor. The ends of these lines are joined to form another quadrilateral. Prove that the sides of the two quadrilateral also are scaled by the same factor. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റും തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് സെയിം സ്കെയിൽ ഫാക്ടർ യൂസ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററുകളുടെ സൈഡ്സ് ഒക്കെ സെയിം ഫാക്ടർ വെച്ചിട്ട് തന്നെയാണ് സ്കെയിൽ ചെയ്തിരിക്കുന്നത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അത് സ്കെയിൽ ഫാക്ടർ സെയിം തന്നെയായിരിക്കും എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ട്രയാങ്കിൾ ഒ എ ബി എടുക്കാം. ഒ എ ബി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഒ ഇ എഫും എടുക്കാം. ഒ എ ബിയും അതുപോലെ ഒ ഇ എഫും എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒ എ ഈസ് എക്സ്റ്റെൻഡഡ് ടു ഇ. ഒ എ നമ്മൾ ഒ ഇക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒ ബിന് നമ്മൾ ഒ എഫിലോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അത് സെയിം സ്കെയിൽ ഫാക്ടർ എടുത്തിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. Since the angle between the side is same, രണ്ട് ആംഗിളിൻ്റെയും ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ്സ് ഈസ് സെയിം. രണ്ട് സൈഡ്സിൻ്റെ ആംഗിൾ സെയിം ആയതുകൊണ്ട് ട്രയാങ്കിൾ ഒ എ ബിയും ട്രയാങ്കിൾ ഒ ഇ എഫും സിമിലർ ആയിരിക്കും. അതായത് ഒ എ ബൈ ഒ ഇ ഈക്വൽ ടു ഒ ബി ബൈ ഒ എഫ്. ഒ ബി ബൈ ഒ എഫ് ദാറ്റ്സ് ഈക്വൽ ടു എ ബി ബൈ ഇ എഫ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രോബ്ലം തന്നെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എ ബി ബൈ ഇ എഫ് അതും കൂടി ഇതിന് എക്സ്ട്രാ ആഡ് ചെയ്തു. അതൊരു ഇക്വേഷൻ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. സിമിലർലി വി ക്യാൻ ഷോ ദാറ്റ് ട്രയാങ്കിൾ ഒ ബി സി ആൻഡ് ട്രയാങ്കിൾ ഒ എഫ് ജി ആർ സിമിലർ. അതായത് ഒ ബി ബൈ ഒ എഫ് ഈക്വൽ ടു ഒ സി ബൈ ഒ ജി ഈക്വൽ ടു ബി സി ബൈ എഫ് ജി. അത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് ഇടാം. Also, triangle OCD and OGH are similar. That is, OC by OG equal to OD by DH equal to CD by GH. അത് ഇക്വേഷൻ 3 ആയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ അതർ സൈഡും കൂടി എടുക്കാം. അതിൽ ട്രയാങ്കിൾ ODA എടുക്കാം. അതുപോലെ ട്രയാങ്കിൾ OH എടുത്തു കഴിഞ്ഞാൽ അത് സിമിലർ ആയിരിക്കും. അതായത് OD by OH equal to OA by OE equal to DA by H. അത് നമുക്ക് നാലാമത്തെ ഇക്വേഷൻ ആയിട്ട് ഇട്ടു. ഇനി ഈ 4 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ ബി ബൈ ഇ എഫ് ഈക്വൽ ടു ബി സി ബൈ എഫ് ജി ഈക്വൽ ടു സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു ഡി എ ബൈ എച്ച് ഇ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിസ് മീൻസ് ദാറ്റ് സൈഡ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഇ എഫ് ജി എച്ച് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആസ് ദോസ് ഓഫ് ക്വാഡ്രിലാറ്റർ എ ബി സി ഡി. Question. The vertices of a quadrilateral are joined to a point inside it, and these lines are extended by the same scale factor. The ends of these lines are joined to form another quadrilateral. Prove that the angles of the two quadrilaterals are the same. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലത്തിനോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിലും പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അതിനകത്തൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ വെർട്ടിസസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ വെർട്ടിസസിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പുതിയൊരു ക്വാഡ്രിലാറ്റർ വരയ്ക്കുന്നു. അപ്പോൾ ഇതിലെന്താ പ്രൂവ് ചെയ്യുന്നുണ്ട് വെച്ചാൽ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് സെയിം ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ആസ് ദ സൈഡ്സ് ഓഫ് ദ ലാർജ് കോറിലേറ്ററൽ ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. നമ്മൾ ലാർജ് കോറിലേറ്ററിൻ്റെ സൈഡ്സ് ഒക്കെ സെയിം ഫാക്ടർ വെച്ചിട്ട് സ്കെയിൽ ചെയ്തുകൊണ്ട് അത് സ്മോൾ കോറിലേറ്ററിൻ്റെ പോലെ തന്നെ സെയിം ഫാക്ടർ വെച്ചാണ് സ്കെയിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാർജ് കോറിലേറ്ററിൻ്റെ ആംഗിൾസ് സ്മോൾ കോറിലേറ്ററിൻ്റെ ആംഗിൾസിന് ഈക്വൽ തന്നെ ആയിരിക്കും. അതായത് ആംഗിൾ OCBയും ആംഗിൾ DOFും ഈക്വൽ ആയിരിക്കും. അതുപോലെ ആംഗിൾ AOBയും ആംഗിൾ EOFും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ HOEയും DOEയും ഈക്വൽ ആയിരിക്കും. DOCയും അതുപോലെ HOGയും ഈക്വൽ ആയിരിക്കും. ടോപ്പ് ട്യൂഷൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങളുടെ പരീക്ഷയിൽ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.